ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, മാത്തമാറ്റിക്സിൽ 6 മാർക്ക് ഫ്രീ ആയിട്ട് വേണം. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ. 6 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നതിൽ ഒരു സംശയമില്ല. നിങ്ങൾക്ക് ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കുക, ക്വസ്റ്റ്യൻ മറ്റൊന്നുമല്ല. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് നമ്മൾ AX = B എന്ന രീതിയിൽ എഴുതണം. ദെൻ A ഇൻവേഴ്സ് കണ്ടുപിടിക്കണം, പിന്നെ X ഉം Y ഉം Z കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്. ആദ്യം നമുക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. AX = B എന്ന രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാം. അത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എത്രമാത്രം നോക്കുക. ആദ്യം നിങ്ങളൊരു മെട്രിക്സ് എഴുതുക. മെട്രിക്സിന് സിമ്പിൾ ഇടുക. ഈ നമ്പേഴ്സ് എഴുതി കൊടുക്കുക. 2 X-ന്റെയും Y-ന്റെയും Z-ന്റെയും കോഎഫിഷ്യൻസ് 2 - 3 5 2 - 3 5. ദെൻ അടുത്തത് 3 2 - 4 3 2 - 4. ദെൻ അടുത്തത് വെറും X എന്ന് പറഞ്ഞാൽ 1X അല്ലേ, അപ്പൊ 1. വെറും Y എന്ന് പറഞ്ഞാൽ 1Y അല്ലേ, അപ്പൊ 1. പിന്നെ -2 1 1 -2. അപ്പം A എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. ഇതാണ് A. ഓക്കെ, നെക്സ്റ്റ് മെട്രിക്സ് എന്താ? X അല്ലേ. X എന്ന് പറയുന്ന മെട്രിക്സ് എന്താ അറിയോ? അതിലെ വേരിയബിൾസ് ഏതൊക്കെയാ? X-ഉം Y-ഉം Z-ഉം. അത് കുത്തനെ എഴുതാം. മാറിപ്പോയതേ, ഒന്നും മാറിപ്പോയത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്, ഹൊറിസോണ്ടലായിട്ട് എഴുതിപ്പോയത് കുത്തനെ എഴുതുക. ഓക്കെ, അതാണ് X എന്ന് പറയുന്ന മെട്രിക്സ്. വിച്ച് ഈസ് ഈക്വൽ ടു B. B എന്താ? റൈറ്റ് സൈഡ് നോക്ക്. 11 - 5 3 11 - 5 3. അപ്പം AX = B. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി നോക്കേണ്ട കാര്യം, ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ അവിടെയായി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് A ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? A ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്താ അറിയോ മക്കളെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. A ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് ഓഫ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A ആണ്. ഇതിൽ അടിയിലുള്ള ഡിറ്റർമിനന്റ് ഓഫ് A നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. എളുപ്പമാണ്, നമുക്ക് നോക്കാം. ഡിറ്റർമിനന്റ് ഓഫ് A സൈഡിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഈ പേജ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് A അതാകുമ്പോൾ നമുക്ക് നേരെ എഴുതാലോ. ഡിറ്റർമിനന്റ് ഓഫ് A എത്ര വരിക നോക്കുക. ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറഞ്ഞാൽ ഇതാണ് A എന്ന് പറയുന്ന മെട്രിക്സ്. അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യ എലമെന്റ് എടുക്കുക. 2 എടുത്തു. 2 ഇൻറ്റു ബ്രാക്കറ്റിൽ ആ 2 വരുന്ന റോയും കോളം ഒഴിവാക്ക്. എന്നിട്ട് ബാക്കിയുള്ള അതിന്റെ ഡിറ്റർമിനന്റ് എഴുത്. 2 × -2 -4 -4 -1 × -4 അതായത് എങ്ങനെ വരിക? -4 -1 × -4 -4 -4 +4 അഥവാ 0. 2 × 0. ഓക്കെ, ദെൻ പിന്നെന്താ? പിന്നെ -3 അല്ലേ, അപ്പോൾ -3 ഇൻറ്റു അങ്ങനെ തന്നെ എഴുതണേ. മൈനസ് അടുത്ത എലമെന്റ്, രണ്ടാമത്തെ എലമെന്റ് ഏതാ? -3. അവിടെ നമ്മൾ മൈനസ് ആണ് കൊടുക്കേണ്ടത്. -3 ഇൻറ്റു അത് വരുന്ന റോയും കോളം ഒഴിവാക്ക്. പിന്നെന്താ? ബാക്കിയുള്ള ഡിറ്റർമിനന്റ് എടുക്ക്. 3 × -2 -6. അതേ -1 × -4 -4. അപ്പം -6 -6 കൂടെ പ്ലസ് ആയി, +4. -6 + 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 - 6 -2. ഇനി അടുത്തെടുക്ക്. +5. അതേ ഇൻറ്റു 5 വരുന്ന റോയും കോളം ഒഴിവാക്ക്. 3 - 2 3 - 2 1 ആണ്. ഓക്കെ, 2 × 0 0 ആയിപ്പോയി. പിന്നെ മൈനസ് കൂടെ പ്ലസ് ആയി. +3 × -2 -6 പ്ലസ് 5 × 1 5 അഥവാ 5 - 6 -1 എന്ന് കിട്ടി. ഡിറ്റർമിനന്റ് ഓഫ് A നമുക്ക് കിട്ടി -1 ആണ്. ഓക്കെ. അത് കഴിഞ്ഞു. ഇനി എന്താ? A ഇൻവേഴ്സ് ആണെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് A ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A. ഡിറ്റർമിനന്റ് ഓഫ് A കിട്ടി. ഇനി അഡ്ജോയിന്റ് ഓഫ് A എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് ഓഫ് A എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. ആദ്യം കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണം. കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതിന് ആദ്യം മൈനേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, മൈനേഴ്സ് എഴുതി നോക്കാം നമുക്ക്. മൈനേഴ്സ് M11 എന്താ നോക്കാം. സിമ്പിൾ ആണ് പരിപാടി വളരെ സിമ്പിൾ ആണ്. നോക്കിക്കോ. ആദ്യത്തെ എലമെന്റ് 1 അല്ലേ, അത് ഒഴിച്ചുള്ള കോളം അതുള്ള റോയും കോളം ഒഴിവാക്ക്. ബാക്കി അതിന്റെ ഡിറ്റർമിനന്റ് എടുക്ക്. 2 × -2 -4 -4 -4 × 1 -4. അപ്പൊ -4 -4 +4 0 ആയി. 0. ഇനി M12 എന്ന എലമെന്റ് എടുക്ക്. അത് ഒഴിവാക്ക്. അത് വരുന്ന റോയും കോളം ഒഴിവാക്കി. ബാക്കി അതിന്റെ ഡിറ്റർമിനന്റ് എടുക്ക്.
3 into -2 -6. അതേ -4 into 1 -4. അപ്പോൾ -6 -6 പ്ലസ് ആയി +4. 4 - 6 എത്രയാ? -2. M13 എത്രയാ? ഫസ്റ്റ് റോ തേർഡ് കോളം. ഇത് ഈ എലമെന്റ് അതുള്ള റോയും കോളം ഒഴിവാക്ക്. 3 into 1 3 -2 into 1 2 3 - 2 1. M13 ആയി. ഇനി M14 എത്രയാ? 14 എലമെന്റ് നോക്ക്. 14 എലമെന്റ് ഫസ്റ്റ് M14 അല്ല, സോറി M14 അല്ലല്ലോ. ഫസ്റ്റ് റോ ഫോർത്ത് കോളം അങ്ങനെയല്ലോ. സെക്കൻഡ് റോ എടുക്കണം. ഫസ്റ്റ് റോയിൽ തേർഡ് കോളം കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. M21 എന്ന് പറയുമ്പോൾ ഇതാണ്. അത് വരുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ -3 into -2 -1 പ്ലസ് ആയി 3 into 2 6 -5 into 1 5 6 - 5 എത്രയാ? 1 ആണ്. അപ്പോൾ M21 എന്ന് പറഞ്ഞാൽ 1. M22 നോക്ക്. ഇതാണ് M22. സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അത് വരുന്ന റോയും കോളം ഒഴിവാക്ക്. ഓക്കെ, ബാക്കിയുള്ള ഡിറ്റർമിനൻ്റ് എടുക്ക്. 2 into -2 -4. അതേ -5 into 1 5 -4 - 5 എത്രയാ? -9. ഇനി M23 എടുക്ക്. M23 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ തേർഡ് കോളം. അപ്പോൾ ഇത് വരും M23. അതിലെ റോയും കോളം ഒഴിവാക്ക്. ഓക്കെ, ബാക്കി നോക്ക്. ബാക്കി എത്രയാ? 2 into 1 2. അതേ -3 into 1 -3. 2 - -3 പറഞ്ഞാൽ 2 + 3 that is 5. അപ്പോൾ M23 എഴുതി. ഇനി അടുത്ത പേജിലേക്ക് ബാക്കി എഴുതാം. ബാക്കി എന്താ? M31 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 31 എന്ന് പറയുമ്പോൾ തേർഡ് റോയിൽ ഫസ്റ്റ് കോളം. അത് വരുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ലൈൻ ഡിറ്റർമിനൻ്റ് എടുക്കണം. -3 into -4 + 12. അതേ -2 into 5 10. 12 - 10 2. M31 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ M32 എന്ന് പറഞ്ഞാൽ തേർഡ് റോയിലെ സെക്കൻഡ് കോളം ഈ എലമെന്റ്. അത് വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ 2 into -4 -8. അതേ -3 into 5 15 -23. -8 -15 -23. ദെൻ M33 എത്രയാ? M33 എന്ന് പറയുമ്പോൾ തേർഡ് റോ തേർഡ് കോളം ഇത് അത് ഒഴിവാക്കുക. അപ്പോൾ എത്ര വരും? 2 into 2 4 -3 into -3 -9. 4 - -9 4 + 9 13. ഇനി മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ കോഫാക്ടേഴ്സ് എഴുതുക. എളുപ്പമാണ്, ഒന്നും ചെയ്യാനില്ല. സി, ഈ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് ഇവൺ ആണെങ്കിൽ കോഫാക്ടേഴ്സ് അങ്ങനെ തന്നെ എഴുതി കൊടുക്കാം. കോഫാക്ടേഴ്സ് നമുക്ക് എ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. A11 ഉണ്ടാവും, A12 ഉണ്ടാവും, A13, A21, A22, A23, A31, A32, A33. ഓക്കെ, സി, ഇത് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് ഇവൺ നമ്പർ ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. 1 + 1 2 ഇവൺ നമ്പർ ആണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. ഏതാ? 0. ഇനി ഇതാണെങ്കിലോ 1 + 2 3 ആണ്, ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഇത് സൈൻ മാറ്റുക, -2 മാറ്റിയിട്ട് +2 ആക്കുക. ദെൻ ഇതോ 3 + 1 4 ആണ്, ഇവൺ ആണ്. അപ്പോൾ അങ്ങനെ തന്നെ 1 അങ്ങനെ തന്നെ എഴുതി കൊടുത്തു. ദെൻ 2 + 1 എന്ന് പറയുമ്പോൾ 3 ആണ്, അപ്പോൾ ഓടാണ്. അപ്പോൾ 1 പകരം -1 വരണം. ദെൻ അടുത്തതോ 2 + 2 4 ആണ്, ഇവൺ ആണ്. അപ്പോൾ അങ്ങനെ തന്നെ -9 അങ്ങനെ തന്നെ. ദെൻ അടുത്ത എത്രയാ? 2 + 3 5 ആണ്, അപ്പോൾ ഓടാണ്. 5 മാറ്റിയിട്ട് -5 വരും. -5. ദെൻ നെക്സ്റ്റ് 3 + 1 4 ആണ്, ഇവൺ ആണ്. അപ്പോൾ 2 അങ്ങനെ തന്നെ. ദെൻ 3 + 2 5 ആണ്, അപ്പോൾ ഓടാണ്. -23 വരും +23. ദെൻ 3 + 3 6 ആണ്, ഇവൺ ആണ്. അപ്പോൾ 13 അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോഫാക്ടർ അഡ്ജോയിന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജോയിന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിന് ട്രാൻസ്പോസ് ആണ്. അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് എഴുതുക. കോഫാക്ടർ മെട്രിക്സ് നമുക്ക് അതിന് ഒരു പേര് കൊടുക്കാം. അതിന് പേര് കൊടുക്കണമെന്നില്ല, ജസ്റ്റ് പേര് കൊടുക്കണമെന്നില്ല. കോഫാക്ടർ മെട്രിക്സ് ഏതാ? നമുക്ക് ഈ എലമെന്റ്സ് എഴുതിയാൽ മതി. 0 2 1 -1 0 2 1. പിന്നെ അടുത്തത് 2 1 2 സെക്കൻഡ് റോള് -1 -9 -5 -1 -9 -5. ദെൻ അടുത്തത് 2 23 13 2 23 13. കോഫാക്ടർ മെട്രിക്സ് എഴുതി. അതിന്റെ ട്രാൻസ്പോസ്
കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്താ വരിക? നമുക്ക് ഇവിടെ എഴുതാം. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ അതിനെ തല വെച്ച് എഴുതാം. 0 to 1 കുത്തനെ എഴുതി, ഇതും കുത്തനെ എഴുത്. -1 -9 -5 അടുത്തതും കുത്തനെ എഴുത്. 2 23 13. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതി. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നമ്മൾ എഴുതിയതില്ലേ, കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. അഡ്ജോയിന്റ് ഓഫ് എ ആണ് നമ്മൾ എഴുതിയത്. അഡ്ജോയിന്റ് ഓഫ് എ ആണ് നമ്മൾ എഴുതിയത്. ഇവിടെ എഴുതിയത് ഈ മെട്രിക്സ് അഡ്ജോയിന്റ് ഓഫ് എ ആണ്. ഇനി എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഓക്കെ, അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് ആണ്. അതേ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് എത്രയാ? ഡിറ്റർമിനന്റ് കിട്ടിയത് എത്രയാ? -1. അപ്പം ഈ മെട്രിക്സിനെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അഥവാ ഇതിൽ എല്ലാ എലമെന്റ്സിനെയും -1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? -1 കൊണ്ട് ഓരോന്നിനെ ഡിവൈഡ് ചെയ്താൽ മീൻസ് എല്ലാത്തിന്റെ സൈൻ മാറ്റി കൊടുക്കുക, സൈൻ ഓപ്പോസിറ്റ് ആക്കുക. 0 0 തന്നെ, 0ന്റെ സൈൻ മാറ്റാനൊന്നുമില്ല, 0 0 തന്നെ. ഓക്കെ, ദെൻ അടുത്തത് -1 പകരം 1, അടുത്തത് 2 പകരം -2. ഓക്കെ, അടുത്തതോ 2 പകരം -2, -9 പകരം +9, 23 പകരം -23. അപ്പോൾ -2 +9 -23, -2 +9 -23, -2 +9 -23. അതേപോലെ തന്നെ -1 വരും, ഇവിടെ +5 വരും, ഇവിടെ -13. അപ്പം -1 5 -13, -1 വരും +5, സൈൻ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. -1 കൊണ്ട് ഡിവൈഡ് ചെയ്യാറ് സൈൻ എല്ലാത്തിന്റെ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. -1 +5 13 പകരം -13. അപ്പോൾ എ ഇൻവേഴ്സും ആയി. സെറ്റാണേ. സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നോക്കിക്കോ, തേർഡ് ക്വസ്റ്റ്യൻ എന്താ? എക്സും വൈയും സെറ്റും കണ്ടുപിടിക്കണം, അഥവാ ഈ മെട്രിക്സ് കണ്ടുപിടിക്കണം. ആ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏതാ? എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. ഇക്വേഷൻ പഠിച്ചു വെച്ചോ. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. എ ഇൻവേഴ്സ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എ ഇൻവേഴ്സ് നമുക്ക് കിട്ടി മക്കളെ. എത്രയാ? ഇതാണ് എ ഇൻവേഴ്സ്. അതേ ഇൻറ്റു ബി എത്രയാ? ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എഴുതി ഈ മെട്രിക്സ്, ഇതാണ് ബി. 11 - 5 3, 11 - 5 3. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ ഏതാ? മെട്രിക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് മെട്രിക്സ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് വൈ സെഡ് കിട്ടും. ഓക്കെ, നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. സിമ്പിൾ ആണ്. ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര വരിക? 0 × 11 0, 1 × -5 -5, -2 × 3 -6. അപ്പൊ -5 -6 എത്ര വന്നു? -11 വന്നു. യെസ്, ശ്രദ്ധിക്കാം. 1 × -5 -5, -2 × 3 -6. പക്ഷേ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. -2 അല്ലേ? എഴുതിയാൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. 1 × -3 യെസ്. ബി എഴുതിയത് തെറ്റാണോ? ബി എഴുതിയത് -3 അല്ലേ? ഇത് -3 അല്ലേ? ഇപ്പൊ -3 എഴുതണേ. യെസ്, അതാണ് മിസ്റ്റേക്ക്. -3 യെസ്. ഓക്കെ, ഇന്ന് നോക്കിക്കോ. 0 × 11 0, 1 × -5 -5, പിന്നെ -2 × -3 +6. അപ്പൊ -5 +6, 6 - 5 3 1. ഫസ്റ്റിൽ 1 വന്നു. ദെൻ അടുത്ത റോ എടുക്ക്. ഈ റോ എടുക്ക്. -2 × 11 -22, 9 × -5 -45, -23 × -3 പ്ലസ് 3 23 3 9 2 3 6 69. അപ്പൊ എത്ര വരും ടോട്ടൽ? -22 -45 3 -67 അല്ലേ? 40 60 67 പ്ലസ് 69 -67 2 വരും. 2. അടുത്തത് ഇനി അടുത്ത റോനെ കൊണ്ട് മൾട്ടിപ്ലൈ. -1 × 11 -11, 5 × -5 -25, -13 × -3 പ്ലസ് ആവും 3 39. അപ്പൊ 3 -36 പ്ലസ് 39 -36 3. അപ്പൊ മെട്രിക്സ് 1 2 3 ഈക്വൽ ടു മെട്രിക്സ് എക്സ് വൈ സെഡ്. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ്. x = 1, y = 2, z = 3. x = 1 y = 2, z = 3 കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ശ്രദ്ധിക്കാം. ആദ്യം എടുത്ത ബി എടുത്ത സമയത്ത് എന്നോട് ഒരു ഇവിടെ -3 അല്ലേ? അതിന് വരെ മൈനസ് ഇടാൻ മറന്നുണ്ടായിരുന്നു.
അതുകൊണ്ടാണ് അവസാനത്തേക്ക് തെറ്റിയത്. എനിക്കൊരു നമ്പർ കറക്റ്റ് അല്ലല്ലോ എന്നൊരു ഓർമ്മ. അപ്പോൾ ഇപ്പോൾ കറക്റ്റായി. ഈ ഒരു -3 ഇവിടെ ഉണ്ടായിരുന്നു, അതിട്ടു, കറക്റ്റായി. മക്കളെ 6 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് ചോദിക്കാത്ത എക്സാമില്ല എന്നുള്ളതാണ് സത്യം. ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വാല്യൂസ് മാറാം, നമ്പേഴ്സ് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, അല്ലാതെ ക്വസ്റ്റ്യൻ സെയിം ആയിരിക്കും ഓൾമോസ്റ്റ്. നിർബന്ധമായിട്ടും എല്ലാ മക്കളും പഠിച്ചു പോവാട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ബൈ.